ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിനെ 4 ദിവസം വിവാഹത്തിന് 4 ദിവസം മുമ്പാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹത്തിന് കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ വിഷ്ണുജിത്തിനെ ഇപ്പോൾ കാണാതായിട്ട് 6 ദിവസമായി. വിഷ്ണുജിത്തിനെ കണ്ടെത്തി എന്ന വാർത്ത വന്നിരിക്കുകയാണ്. ഊട്ടിയിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ് ചേരുകയാണ്. അനുമോദ്, നേരത്തെ ലൊക്കേഷൻ കിട്ടിയിരുന്നു, മൊബൈൽ ടവർ ലൊക്കേഷൻ കിട്ടിയിരുന്നു, അത് കൂനൂരിൽ നിന്നായിരുന്നു. അപ്പോൾ ഊട്ടിയിലുണ്ട് എന്ന ബോധ്യമായതിനെ തുടർന്ന് പോലീസ് സംഘം അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടെത്തുകയായിരുന്നു. എന്താണ് അപ്ഡേറ്റ് ഉള്ളത്? തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഊട്ടിക്കടുത്ത് കൂനൂരിൽ നിന്നും വിഷ്ണുജിത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചത്. അരമണിക്കൂറോളം വിഷ്ണുജിത്തിന്റെ ഫോൺ ഓൺ ആയിരുന്നു. അപ്പോൾ തന്നെ ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചു. അത് പ്രകാരം പോലീസ് സംഘം അവിടേക്ക് നീങ്ങുകയും അല്പസമയങ്ങൾക്ക് മുൻപ് വിഷ്ണുജിത്തിനെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എപ്പോഴേക്ക് വിഷ്ണുജിത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ചുകൂടി സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തത കൈവരുകയുള്ളൂ. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് വിഷ്ണുജിത്ത് ഈ ഒരു സമയത്ത് ഇവിടുന്ന് വിട്ടുനിന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. മറ്റ് ദുരൂഹതകൾ ഇതിലില്ല എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം വിവാഹത്തിന്റെ 4 ദിവസം മുൻപ് കാണാതായ വിഷ്ണുജിത്ത് വിവാഹദിന സമയത്ത് പോലും ഇവിടെ എത്തിയിരുന്നില്ല. എന്നാലും ആള് സുരക്ഷിതനാണ്. ആള് ഊട്ടി കൂനൂർ ഭാഗത്തുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ കൂടെയാണോ വിഷ്ണുജിത്ത് ഉള്ളത്? എന്താണ് പോലീസ് എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? എസ് പി ഇതേക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് പോലീസിന്റെ ഒരു സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടെത്തിയെന്ന വാർത്ത മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാനും കഴിയുന്നത്. ഇനി വിഷ്ണുജിത്തിനെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട്. മറ്റ് വൈദ്യപരിശോധനകളുണ്ടെങ്കിൽ ചിലപ്പോൾ, കാരണം ഇത്ര ദിവസമായി വിട്ടുനിൽക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ കുടുംബത്തിലേക്ക് എത്തിക്കുക. കാരണം മിസ്സിംഗ് കേസ്, പോലീസ് കാണാതായ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ അതുപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇദ്ദേഹത്തെ കുടുംബത്തിന് കൈമാറുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം പോയി എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത്. വിവാഹത്തിന് കുറച്ച് പണം വേണം, അത് സംഘടിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ പോയത്. പിന്നെ ഈ മൊബൈൽ ഫോൺ ഒരു തവണ ഓണായി, പക്ഷെ അത് ആരോ എടുത്തു, പക്ഷെ അത് വിഷ്ണുജിത്ത് അല്ല എന്നാണല്ലോ അന്നേരം കുടുംബം പറഞ്ഞത്, അല്ലേ? കൂട്ടുകാരൻ ആണ് അറ്റൻഡ് ചെയ്തതോ? ആ രീതിയിലല്ലായിരുന്നോ? അതൊരു സ്ഥിരീകരിക്കാത്ത വിവരമാണ്. കാരണം അത് വീട്ടുകാർക്ക് മാറിയതാണ് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാവരും ഒരേ സമയത്ത് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ശ്രമിച്ചപ്പോൾ കോൾ ശരത്തിന്റെ നമ്പറിലേക്ക് പോയതാണ് എന്നാണ് പോലീസും വീട്ടുകാരും പറയുന്നത്. ഒരു തവണ ഫോണിൽ സംസാരിച്ചു, പക്ഷെ പിന്നീട് വിളിച്ചപ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷെ അതിന് മുൻപ് ഡയൽ ചെയ്ത നമ്പറിലേക്ക് പിന്നെ കോള് പോയതാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ ഒരു തിരോധാനത്തിന് പിന്നിലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. എന്താണെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറെ കൂടി നമുക്ക് സമയത്തിനുള്ളിൽ ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം ലഭിക്കും എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിന്റെ മൊഴി എടുത്ത് മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഞ്ജുഷ്, ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വാർത്ത വന്നിരിക്കുകയാണ്. വിഷ്ണുജിത്തിനെ കഴിഞ്ഞ ദിവസമാണ്, ഈ മാസം 4-ാം തീയതിയാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. വിവാഹത്തിന് 4 ദിവസം മുൻപാണ് വിഷ്ണുജിത്തിനെ കാണാതായത്. ഇപ്പോൾ കാണാതായിട്ട് 6 ദിവസമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സംഘം അന്വേഷിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കുനൂരിൽ നിന്ന് കിട്ടിയത്. ഊട്ടിയിൽ ഉണ്ട് എന്നുള്ള സംശയത്തെ തുടർന്നാണ് പോലീസ് സംഘം അങ്ങോട്ട് പോയത്. ഇപ്പോൾ പോലീസ് സംഘത്തോടൊപ്പം ഊട്ടിയിൽ വിഷ്ണുജിത്ത് ഉണ്ട്. ശുഭവാർത്തയാണ് വന്നിരിക്കുന്നത്. വിഷ്ണുജിത്ത് എവിടെ എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ്. വൈകാതെ തന്നെ വിഷ്ണുജിത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും.